ബീഹാർ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ അവരുടെ താരപ്രചാരകനായ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ബീഹാറിൽ എത്തിയില്ല? സത്യം ഞാനും വിചാരിച്ചു അല്ലേ. നമുക്ക് ഒരുപാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറായിരുന്നു ഒരു സമയത്ത് ആ ഒരു രാഹുൽ ഗാന്ധിയുടെ നമുക്കറിയാം പദയാത്രയൊക്കെ ഭയങ്കര ഹൈപ്പ് കിട്ടിയതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ബീഹാർ ഇപ്രാവശ്യം തൂത്തുവാരും രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പ്രചാരണത്തിന് പോലും വന്നിട്ടില്ല. നമുക്കറിയാം അവിടെ മഹാജന സഖ്യമായിട്ട് നിൽക്കുമ്പോഴും ഈ നമ്മുടെ കോൺഗ്രസ് വേറെ RJD വേറെ ആയിട്ട് രണ്ട് പല മണ്ഡലങ്ങൾ എനിക്ക് തോന്നുന്നു വൈശാലി പോലെയൊക്കെയുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള മണ്ഡലങ്ങളിൽ അവർ തന്നെ രണ്ട് പക്ഷമായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ പോലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കുന്നത്. കാരണം അവിടെ കേന്ദ്ര സർക്കാരിന് കേവല ഭൂരിപക്ഷമില്ല. ഈ JDUവിന് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് നരേന്ദ്രമോദിയെ ഉൾപ്പെടെ ബാധിക്കുമെന്നൊരു അവസരം മുന്നിൽ കണ്ടിട്ട് പോലും രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അവിടെ പ്രചരണത്തിന് എത്തുന്നില്ല? ഇതിനു 2 മാസം മുൻപ് വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരന്തരം ഉണ്ടായിരുന്നു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം വന്നപ്പോൾ അവിടെ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ശ്രീജിത്ത് ചോദിച്ചത്. സത്യം തന്നെയാണ്. കാരണം ഇപ്പം പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു അവസരമാണ് അല്ലേ. ബിക്കോസ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ ഒന്നല്ല. ബിക്കോസ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ശരിക്കും അവർ പ്രത്യേകിച്ച് ഒരു കൂട്ട് ഇതായിട്ട് നിൽക്കുമ്പോൾ മന്ത്രിസഭയിൽ തന്നെ വേണമെങ്കിൽ താഴെ ഇറക്കാൻ പറ്റുന്ന രീതിയിൽ ആ രീതിയിൽ പ്രചരണം നടത്തിയിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നിട്ടും ആ അവസരം ശരിക്കും. പക്ഷെ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രം ദ പാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഇപ്പോൾ നമുക്കറിയാം കോൺഗ്രസ് എന്നുള്ള പാർട്ടി എന്നല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യ സഖ്യം മുന്നിൽ നിർത്തുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഹുൽ ഗാന്ധി ആയിരിക്കും. പക്ഷേ ബീഹാർ രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രോമിനൻസ് 1990-കൾക്ക് ശേഷം അവിടെ ഇല്ല. ഏകദേശം 35 വർഷമാകുന്നു അല്ലേ കോൺഗ്രസിനാണ്. പക്ഷെ അദ്ദേഹം 2 മാസം മുൻപ് വലിയ രീതിയിൽ അവിടെ ജാഥ നടത്തിയിരുന്നു, ജനങ്ങളെ സംഘടിപ്പിച്ചിരുന്നു. അവിടുത്തെ ജനങ്ങൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതല്ലേ. അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനം തന്നെ ഉണ്ടല്ലോ. അദ്ദേഹം ഒരു പാർട്ട് ടൈം പൊളിറ്റീഷ്യനാണ്. അതിപ്പോൾ കൃത്യമായി വന്നിരിക്കുകയല്ലേ. പ്രധാന ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ് പാർട്ടി എന്ന് പഠിക്കാനോ ഒരു കിച്ചൺ ക്യാബിനറ്റും അവർക്ക് മുന്നിൽ നിർത്താൻ ഒരാൾ വേണമായിരുന്നു. അതിനപ്പുറം എനിക്ക് തോന്നിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ പാകമില്ലാത്തൊരു കുപ്പായം തയ്പ്പിച്ചിട്ട് കൊടുത്തിട്ട് രാഷ്ട്രീയത്തിൽ നിർത്തിയേക്കുന്ന ആളാണ് അല്ലേ അദ്ദേഹത്തിന്. ബിക്കോസ് ഇത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു അപജയം എന്ന് പറയുമ്പോൾ കുടുംബാധിപത്യം. ആ ഒരു ഫാമിലി ഇല്ലെങ്കിൽ കോൺഗ്രസേ ഇല്ല എന്നുള്ള രീതിയിൽ. അല്ല, പിന്നെ കോൺഗ്രസിനെ കൊണ്ട് കഴിയില്ല. അവരെ കൊണ്ട് കഴിയില്ല. പിന്നെ എന്തിനാണ് ഈ 50-60 സീറ്റുകൾ വാങ്ങി അവിടെ പരസ്പരം മത്സരിച്ച് ആ പാർട്ടിയെ പോലും പ്രതിസന്ധിയിലാക്കുന്നത്, അവിടെയുള്ള RJDയെ പോലും? അതാണ്. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്നിട്ട് തോറ്റു പോകുമ്പോൾ RJDയെക്കാളും ആക്ച്വലി ആൻസറബിൾ ആവണത് രാഹുൽ ഗാന്ധിയാണ്. പ്രതിക്കൂട്ടി വരിക രാഹുൽ ഗാന്ധിയാണ്. നമ്മുടെ വാർ റൂംമാരായിരുന്നു ഇവിടെ. ഇത് തന്നെയാണ് കേസിയാണ്. അദ്ദേഹത്തിനെ പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ലേ. കൊടുത്ത ജോലി നാഷണൽ ആ ഒരു ഇതിൽ കൊടുക്കുന്നു ചെയ്യുന്നു. പക്ഷെ മുന്നിൽ നിന്ന് നയിക്കുന്ന ആള് ഇങ്ങനെ ചെയ്യുമ്പോൾ കേരളത്തിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അടുത്ത 5 വർഷം കൂടെ നമ്മുടെ പിണറായിക്ക് ഈസി വേ. അതിനപ്പുറം വേറൊന്നും കാണുന്നില്ല. ബിക്കോസ് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പൊട്ടലും ചീറ്റലും ഗ്രൂപ്പ് കളികളും എല്ലാം. കാരണം നമ്മുടെ ഈ കോൺഗ്രസിൻ്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും. അധികാരം എങ്ങനെയും കൈയാളുക അല്ലെങ്കിൽ കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടിയോട്. അതുപോലെ തന്നെ ഈ ദേശീയ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് നല്ലൊരു നേതാവില്ലാത്തതും ഈ പ്രശ്നമല്ലേ. കാരണം ഈ പ്രാദേശികമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇപ്പോൾ കേരളം സൂചിപ്പിച്ചു. അവിടെ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മുകൾ തട്ടിൽ ഒരാളില്ല. ആരുണ്ട്? ആരുമില്ല ആണ് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ. ബിക്കോസ് കഴിവുള്ളവരെ അവർ സ്ഥാനം ഏൽപ്പിക്കുകയില്ലല്ലോ. കുറച്ചെങ്കിലും അത്യാവശ്യം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കോൺഗ്രസ് എന്ന് പറയുമ്പം ഈ ദേശീയത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ദേശീയതയിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറി സഞ്ചരിക്കണ പോലെ പലപ്പോഴും തോന്നും അല്ലേ. ശരിക്കും ആലോചിച്ച് നോക്കുക. ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ളൊരു വലിയൊരു പാർട്ടി. ഒരുപാട് ആൾക്കാർ ആ പാർട്ടിയുടെ ആശയങ്ങളും ഒക്കെ ആകൃഷ്ടരായിട്ട് ആ പാർട്ടി എന്നും സ്നേഹിക്കുന്ന അണികൾ ഒരുപാട് കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിലൊക്കെ തന്നെ അങ്ങനെയാണ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇന്നത്തെ ഈ പാർട്ടിയുടെ ഇത് കാണുമ്പോൾ പലർക്കും ഒന്നാമത് അവർ പ്രീണനം നിർത്താറില്ല. മീൻസ് ആ പ്രീണനം എന്ന് പറഞ്ഞാൽ അവരുടെ ആ നയമായിട്ട് അങ്ങ് സ്വീകരിച്ചിരിക്കുകയാണ് അല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് നിൽക്കാതെ പലതിനും ചാഞ്ചാടി ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അവരുടെ ആദർശം തന്നെ ബലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്ന് ശ്രീജിത്ത് പറഞ്ഞ പോലെ ഒരു ദേശീയ നേതാവിനെ വളർന്നു വരാൻ സമ്മതിക്കാത്ത രീതി എത്രയോ കഴിവുള്ളവരുണ്ടായിരുന്നു. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർക്ക് വെച്ചിട്ട് ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് വെച്ചാൽ ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെയൊക്കെയുള്ള കഴിവറ്റ ഒരാളായിരുന്നു അല്ലേ. രാജസ്ഥാൻ പൊളിറ്റിക്സ് വെറുപ്പിച്ചിട്ട്. അപ്പോൾ അവിടെ കടൽക്കിഴന്ന് പറഞ്ഞ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അശോക് ഗെഹ്ലോട്ട് അങ്ങനെ കുറച്ച് പേര്. ആ രീതിയിൽ വെറുപ്പിച്ച് പുള്ളിക്കാരനെ അപ്പുറത്തേക്ക് ചാടിപ്പിച്ചു. ഇപ്പോൾ ഇന്ന് BJP സംബന്ധിച്ചിടത്തോളം സച്ചിൻ പൈലറ്റും മധ്യപ്രദേശിൽ
ജ്യോതിരാജ് സിന്ധ്യ. അതെ, അപ്പൊ സച്ചിൻ പൈലറ്റും അശോക് നമുക്കറിയാം ആ ഒരു ഭയങ്കര ഒരു കോൺഫ്ലിക്ട്. സച്ചിൻ പോയില്ല, പോകുമെന്ന് തോന്നിച്ചു, പക്ഷെ അപ്പൊ അദ്ദേഹത്തെ പൂർണ്ണമായി ഒതുക്കി കളഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ മകനെയും അവിടെ കൊണ്ടിട്ടു അല്ലേ. അപ്പൊ ഇങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ മിക്കവാറും അതും ചാണ്ടി ഉമ്മൻ മിക്കവാറും അപ്പുറത്തേക്ക് ചാടാനുള്ള എല്ലാ ചാൻസ്. കാരണം ഈ രീതിയിൽ വെറുപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം ആ ഉമ്മൻചാണ്ടി സാറിന്റെ വൈഫ് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വേദിയിൽ കോൺഗ്രസ് നേതാക്കന്മാരെ ഇരുത്തി തന്നെയാണ് അവർ പറയാനുള്ള ഫാക്ട്സ് ഒക്കെ പറഞ്ഞപ്പോൾ അവരൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പം ആരും കൂടെ നിന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ശ്രീത്തെ മറ്റൊരു കാര്യം, ഈ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും നമ്മൾ വേദികൾ നോക്കണം. വേദികൾ നോക്കിക്കഴിഞ്ഞ് കണ്ടിട്ടുണ്ടോ, ഒരു പരിപാടി നടത്തി ജയിപ്പിക്കണമെന്നല്ല, ആർക്ക് ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റും, കസേരയ്ക്ക് വേണ്ടിയിട്ടാണ്. മൈക്കാണെങ്കിൽ മൈക്കിന്റെ മുന്നിൽ ഫ്രണ്ടിൽ വരിക. ഒരു സമരം നടത്തിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സന്ദീപാരുടെ കൈ വേണ്ടി ഇടിച്ചിടിച്ച് നിൽക്കണം അല്ലേ. ചിരി വരും. എന്താ ഇങ്ങനെ ഇവിടെ മുന്നിൽ നിന്ന് നയിക്കണമല്ല, ഞങ്ങൾക്ക് ഫോട്ടോ വരണം. ഇത് പണ്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ KSU പ്രസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്കറിയാം, എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഹെലൻ ബാബു ഉണ്ട്. ഹെലൻ ബാബുവിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും മനോരമ പത്രത്തിൽ അന്നത്തെ സമരം നയിച്ചു എന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ വരിക എന്നാണ്. ഇടിച്ചിടിച്ച് ഫ്രണ്ടിൽ വരും. പോലീസിന്റെ അടി വരുമ്പോൾ ഫഹദ് ഫാസിൽ പറ്റും ഓടിയ പോലെ ഓടും. ഇത് പണ്ട് നമ്മൾ ട്രോളി ഇട്ട് കാര്യമില്ല, ഇത് നടന്നിട്ടുള്ള സംഭവമാണ്. ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് കുറച്ചെങ്കിലും ഈ യൂത്ത് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട്, പണ്ടൊക്കെ ഉണ്ടായിരുന്നു ശരത്ചന്ദ്ര പ്രസാദൊക്കെ തല്ലൊക്കെ മേടിച്ചിട്ട് ഇതായിരുന്നു. അങ്ങനെ ഏറ്റവും സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തല്ല് മേടിച്ച നേതാക്കന്മാരൊക്കെ ഇപ്പോൾ എവിടെ? ശരത്ചന്ദ്ര പ്രസാദ് എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടിക്കൊക്കെ വേണ്ടി നിന്ന് നല്ല അടി കിട്ടി, നട്ടലിനൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പുള്ളിയൊന്നും പിന്നീട് കാണാനില്ല. മറ്റൊരാൾ സതീശൻ പാച്ചേനി, അദ്ദേഹം മരിച്ചുപോയി. അതാണ് പറഞ്ഞത്, പാർട്ടിക്ക് വേണ്ടി എത്തിച്ചിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർട്ടിക്ക് വേണ്ടിയിട്ട് 100% കൂറ് കാണിച്ചിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ള ഒരാളെയും ഇവർ പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ളതല്ലാതെ ഉയർത്തി കൊണ്ടുവന്നിട്ടില്ല. സങ്കടകരമായിട്ടുള്ള വസ്തുതയാണ്. ഒരുപക്ഷെ ഇപ്പൊ ഇത് ആരെങ്കിലും കാണുവാണെങ്കിൽ എൻ്റെ കൂടെ അന്ന് KSUലൊക്കെ പ്രവർത്തിച്ചവർക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് PC വിഷ്ണുനാഥ് അങ്ങനെ നയിക്കുമ്പോൾ ഫ്രണ്ടിൽ നിൽക്കും. പോലീസിന്റെ ലാത്തി ചാർജ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നയിച്ചവരൊന്നും കാണാൻ പറ്റില്ല. പിന്നെ കിട്ടണ പിള്ളേർക്ക് അടി കിട്ടും. ഇനി അടി കിട്ടിക്കഴിഞ്ഞാലോ ഈ അടി മേടിച്ചിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടും. ആരും തിരിഞ്ഞു നോക്കൂല. അവനവൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് വേണം ചികിത്സ. അപ്പം പിന്നെ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് പിന്നെ സമരത്തിലൊന്നും പോകാൻ ഈ ഒരു അടുത്ത കാലത്താണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഒരു രാഹുൽ ഷാഫി അങ്ങനെ കുറച്ച് പേര് വന്ന ശേഷമാണ് ഈ പിന്നെ അത് സുധാകരന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഭയങ്കര നല്ലതായിരുന്നു. KPCC പ്രസിഡന്റായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആരടാന്ന് ചോദിച്ചാൽ ഞാനടാന്ന് പറയാൻ ഒരു ആളുണ്ട് എന്ന് ഇപ്പുറത്ത് തോന്നി തുടങ്ങിയത്. കൃത്യമായല്ലേ യുവാക്കളെ തെരുവിലിറക്കാൻ വേണ്ടി കഴിഞ്ഞത്? തീർച്ചയായിട്ടും. പക്ഷെ അദ്ദേഹത്തിനെ കണ്ടില്ലേ, ഇപ്പൊ നമുക്കറിയാം അത് ഭയങ്കര കൃത്യമായിട്ട് വിസിബിൾ ആയിരുന്നു ആ സമയത്ത്. അതുകൊണ്ടാണ് സുധാകരൻ എന്ന് പറയുമ്പോൾ നമുക്ക് എതിർ പാർട്ടി പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭയങ്കര ഇതാണ് സുധാകരനോട്. ബിക്കോസ് ഈ ചോദിച്ച അവിടെ തിരിച്ചു നിൽക്കാനുള്ള ആളുണ്ടെന്നുള്ളത്, ബാക്കി ആരുമില്ലായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ വേണുഗോപാലും ഇവരൊക്കെ വന്നിട്ട് വീണ്ടും ഒരു അവിയൽ പരുവായിട്ട് നിൽക്കുവാണ്. അതിനുള്ള ഗ്രൂപ്പാണ് ഇതാണ്. നമ്മളിപ്പോൾ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നോക്കുമ്പം രാഹുൽ ഗാന്ധി എന്നതിനപ്പുറം ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു നേതാവിന് അവർക്ക് ഇതുവരെ കാണിക്കാനില്ല. ആരുണ്ട് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ? രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ വേറൊരു യൂത്ത് ഐക്കണെ കാണിക്കാൻ. എന്തുകൊണ്ട് ഈ കോൺഗ്രസിലെ നേതാക്കൾ ഈ കുടുംബത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നില്ല? ആ നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഹുൽ മാറിയാൽ പ്രിയങ്ക ഗാന്ധി മാറിയാൽ അദ്ദേഹത്തിന്റെ ഭർത്താവ് അല്ലെങ്കിൽ മകൻ, ആ രീതിയിലേക്ക് എന്തുകൊണ്ട് ഒരു അവർക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടേ ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് ഇന്നത്തെ ഈ ആണി അടിക്കാനുള്ള ഇതൊന്നും VK ആന്റണിയാണ്. പുള്ളി മഹാതാപ്പാനായിരുന്നു. പുള്ളി സ്വന്തം കാര്യം നല്ല ഭദ്രമാക്കി ആവശ്യത്തിനുള്ള സ്വത്തും എല്ലാം ഒപ്പിച്ച് മോൻ ഇപ്പുറത്ത് ചാടുകയും ചെയ്തു അല്ലേ. ഇന്നും പുള്ളി അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു രാഷ്ട്രീയത്തിൽ കൂറുള്ള ആരും നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത. അതിപ്പോ നോക്കൂ, ഈ ഇലക്ഷൻ സമയത്ത് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, അച്ഛന്റെ മനസ്സ് എന്റെ കൂടെ ഉണ്ടെന്ന്. അച്ഛന്റെ മനസ്സ് അതാണ് എന്ത് കസേര മാത്രം. കാരണം ഇപ്പൊ ദേശീയ രാഷ്ട്രീയത്തിൽ BJP ആണെങ്കിൽ BJPക്കൊപ്പം നിന്നാൽ മാത്രമേ മകന് വളരാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള താപ്പാനെയാണ് പുള്ളിയൊക്കെ. അപ്പൊ ശരിക്കും നമുക്ക് സങ്കടം തോന്നും അല്ലേ. ഇത്രയും നല്ലൊരു പ്രസ്ഥാനം, ഒരുപാട് നല്ല ആദർശങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഇന്നിപ്പോ എന്താണ്, ഇപ്പൊ ഇവർക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ആദർശമൊന്നും ഇല്ല. ഒന്ന് ലീഗ് വടിയെടുത്തു കഴിഞ്ഞാൽ എല്ലാം ലീഗിനൊപ്പം നിന്ന് പോകും അല്ലേ. നമുക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ കണ്ടല്ലോ KM ഷാജിയൊക്കെ മുസ്ലിം ലീഗിന്റെ ഒക്കെ പരസ്യമായിട്ട് ആഹ്വാനം, അങ്ങനെ അത്രയും ധൈര്യത്തിൽ നിൽക്കുവാണ്. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയമായിക്കോട്ടെ, കോൺഗ്രസിന്റെ നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുത്തഴിഞ്ഞ് കിടക്കുവാണ്. ഇനി അത് രക്ഷപ്പെട്ട് വരണമെന്ന് അറിയില്ല. ബിക്കോസ് യൂത്ത് ആയിട്ടുള്ള മുന്നിൽ നിന്ന് എല്ലാവരും അവർ ഒതുക്കി. ഇപ്പം നമുക്കറിയാം ആ ഒരു സമര പരിപാടികളൊക്കെ ആണെങ്കിലും ഗ്രൂപ്പ് കളിച്ച് രാഹുലിന്റെ കാര്യം സ്വന്തം പാളയത്തു നിന്ന് തന്നെ രാഹുലിനെ വെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയിരുന്നു അല്ലേ. ആദ്യം രാഹുലിനെതിരെ വാളെടുത്തത് ഞാൻ എപ്പോഴും ആലോചിക്കും. ഇവിടെ ശ്രീമതി ടീച്ചർ പീഡനം നടത്തിയെന്ന് പറഞ്ഞ ആൾക്ക് വരെ അവിടെ തീവ്രതയുടെ മെഷീനും കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ശ്രീമതി ടീച്ചറും ബാലമ്മ. എന്ത് കാര്യം കൈയോടെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ബീഹാരി കുഞ്ഞുണ്ട്, നമ്മുടെ കുടിയേറിട അല്ലേ, ഡാൻസ് ബാർ
വിസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതൊന്നും ആർക്കുമില്ലായിരുന്നു. പക്ഷെ സ്വന്തം പാളയത്തു നിന്ന് വരെ രാഹുലിനെ കുത്തി മുറിവേൽപ്പിക്കാൻ വേണ്ടിയിട്ട് വിസിബിൾ ആയിട്ടൊരാളില്ല. ഓക്കെ, അയാൾ എന്തോ ആയിക്കോട്ടെ, അയാൾ ചാറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു വിസിബിൾ ആയിട്ട് ഒരാൾ ഓപ്പോസിറ്റ് നിൽക്കാനില്ലായിരുന്നിട്ട് പോലും സ്വന്തം പാളയത്തു നിന്ന് വരെ. അല്ല, അത് ഇതെല്ലാം പോയി നിൽക്കുന്നത് ഹൈക്കമാൻഡിലാണ്, രാഹുൽ ഗാന്ധിയിലാണ്. അവിടെ അവർ ഉറച്ചു നിന്നിരുന്നെങ്കിൽ, അവർ കൃത്യമായ നിലപാടെടുത്തിരുന്നെങ്കിൽ ബീഹാറും ജയിക്കാമായിരുന്നു, കേരളവും ജയിക്കാമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് കേരളത്തെ പോലും പ്രതീക്ഷയില്ല. ഇപ്പൊ ബീഹാറിന്റെ കാര്യത്തിൽ ഏകദേശം വിധിയെടുത്ത് നടന്നു കഴിഞ്ഞു എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി മുന്നിൽ നയിക്കുന്നില്ല, മഹാജന സഖ്യം അങ്ങനെ ഒരു അവിയൽ പരിപാടി കിടക്കുന്നു. പിന്നെ തേജസ്വി, അവര് നമ്മുടെ ലാലു പ്രസാദ് യാദവിന്റെ മകൻ, അവിടെ പിന്നെ ജാതി രാഷ്ട്രീയം ഭയങ്കരതാണ്. നമുക്കറിയാമല്ലോ, പൊളിറ്റിക്സിൽ അവിടെ ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് എന്ന് പറയുമ്പോൾ രാജ്യരാഷ്ട്രമാണ്. പിന്നെ എന്ന് പറയുമ്പോൾ തീരെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് ബീഹാർ എന്നൊക്കെ പറയുമ്പോൾ. വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട് നല്ല മേൽക്കൈ നേടാൻ അവിടെ ഈ സഖ്യത്തിന് കഴിഞ്ഞു. അതവിടെ മേൽക്കൈ പിന്നോട്ട് പോയത് വോട്ട് ചോരി ഇതുമായിട്ട് ബന്ധപ്പെട്ടും മറ്റേ ഇതൊക്കെ ആയിരുന്നല്ലോ ആ സമയത്ത്. പക്ഷെ അന്നും പിന്നെ രാഹുൽ ഗാന്ധി അന്നും അവിടെ പ്രസംഗത്തിൽ കൂടുതലും ഈ ജാതീയമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് ആ ഒരു ഹൈപ്പ് നമ്മൾ കണ്ടതല്ലേ. യാദവ് നമ്മൾ അതാണ് കണ്ടതൊക്കെ. പക്ഷെ പിന്നീട് അത് കഴിഞ്ഞ് പുള്ളിക്ക് നയിക്കാൻ, ഞാൻ പറഞ്ഞില്ലേ, പുള്ളിനെ പഠിപ്പിച്ച് നമ്മുടെ ഒരു ബാറ്ററി കൊടുത്ത് കീ കൊടുത്ത് വിട്ടേക്കണ പോലെയാണ് ആ ഒരു സംഭവം. എന്ത് കാര്യങ്ങളും അങ്ങനെയാണല്ലോ. പുള്ളി കുറച്ചൊരു ഹൈപ്പ് ഉണ്ടാക്കി ഭയങ്കരമായിട്ട് പിന്നീട് കാണില്ല. ഈ വോട്ട് ചോരിയുടെ തന്നെ ഇപ്പൊ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് കഴിഞ്ഞാൽ ആളില്ല. അപ്പൊ ഇത് ഇങ്ങനൊരു രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? അവര് മത്സരിക്കേണ്ടത് ആരുമായിട്ടാണ്? ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും പ്രോമിനന്റ് ആണ്. അവർ ഇത്രയും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന, എത്രയൊക്കെ നമ്മൾ അവരെ കോൺഗ്രസ്സുകാർ എഴുതി തള്ളി എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് തന്നെ വിസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി അങ്ങോട്ടൊരു മുന്നോട്ടെന്ന് പറയുമ്പോൾ ആ ഒരു പാർട്ടി, ദേശീയ പാർട്ടി എന്നുള്ള രീതിയിൽ അതിൻ്റെ ഗ്രാഫ് മുകളിലേക്കാണ് അല്ലേ, താഴേക്ക് അവർ പോകുന്നില്ല. ബിക്കോസ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ലീഡർ എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് ആയിക്കഴിഞ്ഞു. പുള്ളിക്ക് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഭാരത് ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ്. ബിക്കോസ് അവർക്ക് ഏറ്റവും പുള്ളിക്കാരുള്ള കാലത്തോളം അവർക്ക് സുഖമായിട്ട് പോവാം. അപ്പം ബീഹാർ രാഷ്ട്രീയത്തിലും ഏറ്റവും നല്ലൊരു അവസരം, സത്യം പറഞ്ഞാൽ പഠിക്കൽ കൊണ്ടുവന്നൊരു കലവിട്ട് ഉടച്ച പോലെ ആയിപ്പോയി. നമുക്കിനിയിപ്പോൾ മറ്റവർ തന്നെ ആയിരിക്കും. നികേഷ് തന്നെ വീണ്ടും വരും. പിന്നെ നികേഷ് എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ പോലെയാണ്, ഏത് പാർട്ടിക്കൊപ്പം ആണെങ്കിലും ചാടിപ്പോൾ. പക്ഷേ എന്നാലും നമുക്കിപ്പോൾ പ്രതീക്ഷ, ബീഹാറിൽ ആദ്യത്തെ ഉണ്ടായിരുന്ന ഹൈപ്പൊക്കെ മാറിയപ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിൽ നമുക്ക് അറിയാൻ പറ്റും എന്ത് സംഭവിക്കും എന്നുള്ളത് വിസിബിളാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആര് ജയിച്ചാലും പോയാലും ബീഹാർ രാഷ്ട്രീയത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന് ഇനിയൊരു പ്രസക്തി ബീഹാർ രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല. അതിപ്പോൾ നമുക്ക് വിസിബിളായി കഴിഞ്ഞു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഞാനൊക്കെ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഗവൺമെൻറ് ആയിക്കോളും ശക്തമായിട്ടൊരു പ്രതിപക്ഷം ഉണ്ടായില്ലെങ്കിൽ ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇവർ എത്ര രീതിയിലൊന്നും പറഞ്ഞാലും ആ ഗവൺമെൻറ്റിന് പിന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭരിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നല്ലൊരു പ്രതിപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതാണ് നമ്മുടെ ഒരു ഡെമോക്രസി ആണല്ലോ ഇത്. ഒരാൾ മാത്രം എന്നും ഭരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അപ്പോൾ പ്രതിപക്ഷം, നല്ലൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അപ്പുറത്ത് ഉള്ളവർക്ക് നന്നായിട്ട് ജനങ്ങളുടെ കണ്ണി പൊടിയില്ലാത്ത രീതിയിൽ ഭരിക്കാൻ പറ്റൂ. പക്ഷെ ഇവിടെ നല്ലൊരു പ്രതിപക്ഷം ഇല്ല. കേരളത്തിലുള്ളത് അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് 10 കൊല്ലമായിട്ട് എത്ര കള്ളത്തരം ഉണ്ടെങ്കിലും നമുക്കിവിടെ ചോദ്യം ചെയ്യാനായിട്ട് ഓപ്പോസിറ്റുള്ള പ്രതിപക്ഷം സ്ട്രോങ് അല്ല എന്നൊരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ സംസാരിച്ച പോലെ റിപ്പോർട്ടർ തൊട്ട് എല്ലാവർക്കും നമ്മളെ പറ്റിക്കാൻ പറ്റുന്നത് അല്ലേ. നമ്മൾ നിന്ന് കൊടുക്കണം. അങ്ങനെ ഒരു നമ്മളെന്താ പറയുക, ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ അപജയം ആലോചിക്കുമ്പോൾ വളരെ വളരെ സങ്കടമുണ്ട്. 1885 രൂപീകൃതമായിട്ട് എത്രയോ വർഷം മുത്തശ്ശി പാർട്ടി എന്നൊക്കെ പറയുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് ICUവിൽ കിടക്കണമെന്ന് ആലോചിക്കുമ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള വസ്തുതയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.